ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. നമ്മൾ ഫിസിക്സിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ 10th ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ, ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചത്. അതേപോലെ തന്നെ പി എൻ ജംഗ്ഷൻ, ഡയോഡിൻ്റെ ഫോർവേഡ് ബയാസിങ്, റിവേഴ്സ് ബയാസിങ് ഒക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പഠിച്ചു നിർത്തിയ പി എൻ ജംഗ്ഷൻ ഡയോഡ് തന്നെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. റെക്ടിഫിക്കേഷൻ സർക്യൂട്ടുകളിൽ റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ഏറ്റവും വലിയ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എന്താണ് റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ എ സി കറണ്ട്, നമ്മൾ ഓൾട്ടർനേറ്ററും ഡൈനാമോസും ഒക്കെ പഠിച്ചില്ലേ. എ സി ജനറേറ്ററും ഡി സി ജനറേറ്ററും പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ എ സി ജനറേറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പീരിയോഡിക്കലി റിവേഴ്സ് ചെയ്യുന്ന അല്ലെ, പീരിയോഡിക്കലി അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഔട്ട്പുട്ടാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന് കിട്ടുക അല്ലേ. ഡി സി കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് കറണ്ടാണ് അല്ലേ, ഒറ്റ ഒരു ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, യൂണി ഡയറക്ഷണൽ ആയിട്ടുള്ള കറണ്ടാണ്. അപ്പോൾ നമുക്ക് എ സിയെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എ സിയെ ഡി സി ആക്കി കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് റെക്ടിഫിക്കേഷൻ. എ സിയെ ഡി സി ആയി കൺവേർട്ട് ചെയ്യാനായിട്ട് ഡയോഡിനെ യൂസ് ചെയ്യുമ്പോൾ ഡയോഡിനെ എന്ത് വിളിക്കും? റെക്ടിഫയേഴ്സ് എന്ന് വിളിക്കും. സോ ഡയോഡിൻ്റെ മെയിൻ യൂസ് എന്താണ്? റെക്ടിഫിക്കേഷൻ ആണ്. പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ഒരു മെയിൻ ആപ്ലിക്കേഷനാണ് റെക്ടിഫിക്കേഷൻ. നമ്മൾ ഇവരെ റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യും. രണ്ട് രീതിയിൽ നമ്മൾ റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യും. ഒന്ന് ഹാഫ് വേവ് റെക്ടിഫയറും മറ്റൊന്ന് എന്താണ്? ഫുൾ വേവ് റെക്ടിഫയറുമാണ്. അപ്പോൾ ഹാഫ് വേവ് പേര് പോലെ തന്നെ നമ്മളുടെ ഇൻപുട്ട് എ സി വേവിൻ്റെ ഹാഫ് സൈക്കിൾ, ഒരു ഫുൾ സൈക്കിളിന് പറഞ്ഞാൽ എന്താണ്? ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും ചേരുന്നതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു എ സി സൈക്കിളിൻ്റെ ആ പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് വരുന്ന ആ എ സി സൈക്കിളിനെ ഒരു സിംഗിൾ ഡയോഡ് വെച്ച് നമ്മൾ റെക്ടിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ അതിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് എല്ലാം അങ്ങ് കട്ട് ഓഫ് ആയി പോയിട്ട് അതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രം ഇടവിട്ടായിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയായിരിക്കും ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട്. അപ്പോൾ അത് ജസ്റ്റ് ചെയ്യുന്ന എന്ത് മാത്രമേ ഉള്ളൂ? നെഗറ്റീവ് ഹാഫ് സൈക്കിൾസിനെ കട്ട് ഓഫ് ചെയ്ത് കളയുകയാണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? ഡിസ്കണ്ടിന്യൂസ് പൾസേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഡി സി കിട്ടും, യൂണി ഡയറക്ഷണൽ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഹാഫ് വേ റെക്ടിഫയർ ചെയ്യുക. അപ്പോൾ ഹാഫ് വേ റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേസ്റ്റേജ് ഓഫ് എനർജി ആണ്, എഫിഷ്യൻസി ലോ ആണ്. കാരണം നമുക്ക് എ സിയുടെ രണ്ട് ഹാഫ് സൈക്കിളിനെ റെക്ടിഫൈഡ് ആയിട്ട് കിട്ടുന്നില്ല, പോസിറ്റീവ് ഹാഫ് സൈക്കിൾസിനെ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടത്തുള്ളൂ. എന്നാൽ ഒരു ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ഡയോഡ്സ് ആണ് യൂസ് ചെയ്യുക. D1 D2 എന്ന് പറഞ്ഞാൽ രണ്ട് ഡയോഡുകളെ നമ്മൾ യൂസ് ചെയ്യും. രണ്ട് ഡയോഡുകളെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? എ സിയുടെ രണ്ട് ഹാഫ് സൈക്കിൾസിനെയും യൂട്ടിലൈസ് ചെയ്യുകയാണ്. ബോത്ത് ദ ഹാഫ് സൈക്കിൾസ് ആർ കൺവേർട്ടഡ് ഇൻ ടു ഡി സി. ഓക്കെ ആണോ? അപ്പോൾ എ സിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസിനെ നമ്മൾ റെക്ടിഫൈ ചെയ്ത് ഡി സി ആക്കി കൺവേർട്ട് ചെയ്യും. അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഏകദേശം 81% എഫിഷ്യൻസിയാണ്. അപ്പോൾ അവിടെ വേസ്റ്റേജ് ഓഫ് എനർജി ഒക്കെ വളരെ കുറവാണ്. അത്തരത്തിലുള്ളൊരു റെക്ടിഫയർ ആണ് ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് പി എൻ ജംഗ്ഷൻ ഡയോഡിനെ എന്താ വിളിക്കുക? റെക്ടിഫയർ ഡയോഡ്സ് എന്നാണ് വിളിക്കുക. They are used in rectification circuits. What is rectification? Conversion of AC to DC is called a rectification. Then this is a half wave rectifier. ഒരു half wave rectifier സർക്യൂട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കുക, നമ്മളുടെ എ സി ഇൻപുട്ട് വോൾട്ടേജ് ആയിരിക്കണം നമ്മൾ കൊടുക്കുക. ഇൻപുട്ട് എന്തായിരിക്കണം? എ സി ആയിരിക്കണം. എ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ഉള്ള, പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾസ് ചേരുന്ന പീരിയോഡിക്കായിട്ട് പോകുന്ന, പീരിയോഡിക്കലി ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്ന വേവ് ആണ് ഇൻപുട്ട് വേവ്. ഇതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് ഡി സി ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ട്രാൻസ്ഫോമർ, ഒരു സെൻറ്റർ ടാപ്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ എടുത്തിട്ടുണ്ട്. ഇത് പ്രൈമറി കോയിൽ, ഇത് സെക്കൻഡറി കോയിൽ. അപ്പോൾ ഈ സെക്കൻഡറി കോയിലിൻ്റെ രണ്ട് എൻഡുമായിട്ട് നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഈ ഒരു എൻഡിൽ നമ്മളൊരു ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ S2നും ഈ ഡയോഡിൻ്റെ നെഗറ്റീവ് ടെർമിനലിനും ഇടയ്ക്കായിട്ട് നമ്മൾ ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോഡ് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് എ സി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇൻപുട്ട് എ സി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതിന് പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. അപ്പോൾ ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലെങ്കിൽ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് എ സി, ഇൻപുട്ട് എ സിയുടെ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയുടെ S1 റിലേറ്റീവ് ടു S2, S2മായിട്ട് റിലേറ്റ് ചെയ്ത് S1ൻ്റെ പൊളാരിറ്റി എന്തായിരിക്കും എന്നറിയാമോ? ഫസ്റ്റ് പോസിറ്റീവ് പൊളാരിറ്റി ആയിരിക്കും. എപ്പോൾ? ഡ്യൂറിംഗ് ദ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ. അതായത് നമ്മൾ ഇൻപുട്ട് എ സിയുടെ ഇത്രയും ഭാഗം, ഇൻപുട്ട് എ സിയുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇതിലേക്ക് കയറുമ്പോൾ എന്ത് സംഭവിക്കും? ഈ S1 റിലേറ്റീവ് ടു S2 അതിൻ്റെ പൊളാരിറ്റി
എന്തായിട്ട് മാറും? പോസിറ്റീവ് പൊളാരിറ്റി ആയിട്ട് മാറും. പോസിറ്റീവും ഡയോഡിന്റെ പി ടൈപ്പുമായിട്ടാണ് കണക്റ്റഡ്. ഏത് ബയാസിംഗ് ആണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഫോർവേഡ് ബയാസിംഗ് ആണ് അല്ലേ? ഫോർവേഡ് ബയാസിംഗ് ആയാൽ കണ്ടക്റ്റിംഗ് ആണോ നോൺ കണ്ടക്റ്റിംഗ് ആണോ? നമ്മൾ പഠിച്ചു ഒരു ലാർജ് ഫോർവേഡ് കറണ്ട് ഫ്ലോ ചെയ്യും, ഡിപ്ലീഷൻ ലെയർ തിന്നാകും, ബാരിയർ പൊട്ടൻഷ്യൽ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഡയോഡ് കണ്ടക്റ്റിംഗ് ആണ്, ഫോർവേഡ് ബയാസിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടി? ഔട്ട്പുട്ടിൽ നമുക്ക് ആ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ, എ സിയുടെ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ നമുക്ക് കിട്ടി അല്ലേ? ദെൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എൻ്റർ ചെയ്യുന്ന സമയത്ത്, അതായത് ആ ഒരു ഫസ്റ്റ് ഹാഫ് സൈക്കിൾ കഴിഞ്ഞു, ഫസ്റ്റ് സൈക്കിളിൻ്റെ ബാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. അപ്പോൾ ആ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ ഇൻപുട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് S1ന്റെ പൊളാരിറ്റി എന്തായിട്ട് മാറും? നെഗറ്റീവ് റിലേറ്റീവ് ടു S2. S2ന്റെ പൊളാരിറ്റി പോസിറ്റീവായിട്ടും ഇവിടെ നെഗറ്റീവായിട്ടും മാറും. അപ്പോൾ ഇവിടെ മൈനസ് പൊളാരിറ്റി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഡയോഡ് മൈനസും ഇവിടുത്തെ പി ടൈപ്പ് കൂടെ കണക്റ്റഡ്, മൈനസും ആ ഒരു പ്ലസ് കൂടെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അതൊരു റിവേഴ്സ് ബയാസിംഗ് ആണ്. റിവേഴ്സ് ബയാസിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിവേഴ്സ് ബയാസിംഗിൽ ഡയോഡ് കണ്ടക്റ്റിംഗ് ആണോ? അല്ല. റിവേഴ്സ് ബയാസിംഗിൽ ഡിപ്ലീഷൻ ലെയർ തിക്കാവുകയാണ്, ബാരിയർ പൊട്ടൻഷ്യൽ സ്ട്രെങ്തൻ ആവുകയാണ്. ഡയോഡ് റിവേഴ്സ് ബയാസിംഗിലായപ്പോഴത്തേക്ക് എന്തായി? നോൺ കണ്ടക്റ്റിംഗ് ആയി. സോ എന്ത് സംഭവിച്ചു? ആ നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ ഇതിലൂടെ എൻ്റർ ചെയ്യുമോ? ഇല്ല. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് സംഭവിച്ചു? ഇവിടെ വരേണ്ട നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അങ്ങ് കട്ട് ഓഫ് ആയി. എഗെയിൻ അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഡയോഡിന്റെ പൊളാരിറ്റി പോസിറ്റീവ് ആവും. അപ്പോൾ എ സിയുടെ ഓരോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോഴും ആ S1 റിലേറ്റീവ് ടു S2ന്റെ പൊളാരിറ്റി പോസിറ്റീവായിട്ട് വരും. നമ്മുടെ ഡയോഡ് ഫോർവേഡ് ബയാസിംഗിലാവുകയും കണ്ടക്റ്റിംഗ് ആവുകയും ചെയ്യും. നമുക്ക് എല്ലാ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസിനെയും ഔട്ട്പുട്ടിൽ കിട്ടും. സോ ഒരു യൂണി ഡയറക്ഷണലായിട്ടുള്ള ഔട്ട്പുട്ട് DC ആയിരിക്കും നമുക്ക് കിട്ടുക. ദിസ് ഈസ് ദ ഔട്ട്പുട്ട് DC വേവ് ഫോം ആൻഡ് ദിസ് ഈസ് ദ ഇൻപുട്ട് AC വേവ് ഫോം. ഓക്കെ ആണല്ലോ? സോ AC നമ്മൾ DC ആക്കി മാറ്റി, എന്നാൽ നമുക്ക് ഒരു ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടിയത്. വേസ്റ്റേജ് ഓഫ് എനർജി, ACയുടെ ഒരുപാട് ഭാഗമെല്ലാം വേസ്റ്റ് ആയി പോയില്ലേ? സോ ഇവിടെ വേസ്റ്റേജ് ഓഫ് എനർജി ഉണ്ടായി. അപ്പോൾ ഇറ്റ് റെക്ടിഫൈസ് ഓൺലി 1/2 ഓഫ് ഈച്ച് ഇൻപുട്ട് AC. ഇൻപുട്ട് ACയുടെ ഓരോ 1/2 മാത്രമേ ഇത് റെക്ടിഫൈ ചെയ്തുള്ളൂ. എഫിഷ്യൻസി നിയർലി 40% ആണ്. ഇവിടെ ഒറ്റ ഒരു ഡയോഡേ യൂസ് ചെയ്തുള്ളൂ. ഇവിടുത്തെ സിംഗിൾ ഡയോഡ് ആരായിട്ട് ആക്ട് ചെയ്തു? ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആയിട്ട് ആക്ട് ചെയ്തു. ഗീവ്സ് ഡിസ്കണ്ടിന്യൂസ് പൾസേറ്റിംഗ് ഔട്ട്പുട്ട്. സോ എന്താണ്? വേസ്റ്റേജ് ഓഫ് എനർജി ഇവിടെ ഉണ്ടായി. അതാണ് ഹാഫ് വേവ് റെക്ടിഫയർ. ക്ലിയർ ആണല്ലോ? ദെൻ നമ്മൾ ഫുൾ വേവ് റെക്ടിഫയറിലേക്ക് പോവുകയാണ്. ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത്? AC വോൾട്ടേജ് സോഴ്സ് ആണ് നമ്മളുടെ ഇൻപുട്ട് വേവ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ഇൻപുട്ട്. AC ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതാണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ചേരുന്ന ഒരു സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ ഔട്ട്പുട്ട്, ഇവിടെ 2 ഡയോഡ്സ് കണക്ട് ചെയ്യണം. പ്രത്യേകം ഓർത്തിരിക്കുക, ഫുൾ വേവ് റെക്ടിഫയറിൽ 2 ഡയോഡ്സ് ഉണ്ട്. D1 D2 എന്ന് പറയുന്ന 2 ഡയോഡുകൾ. ഇതിന്റെ പ്രൈമറി ആണ് ട്രാൻസ്ഫോമറിന്റെ P1 P2. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി ആണ് S1 S2. അപ്പോൾ സെന്ററിൽ നിന്ന് ഒരു കണക്ഷൻ ഉണ്ട്. അവിടെയാണ് നമ്മൾ ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് അക്രോസ് AB-യിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഡയോഡ് D1, ഡയോഡ് D2. അപ്പോൾ ഈ ഒരു പോയിന്റിനെ ഞാൻ S ആയിട്ട് എടുത്താൽ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ ഈ S1 S2 റിലേറ്റീവ് ടു S, അതിന്റെ പൊളാരിറ്റി നമ്മൾ നോക്കും. അപ്പോൾ D1 ഉണ്ട്, D2 ഉണ്ട്. ഇൻപുട്ട് AC സൈക്കിൾ ഇതിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ACയുടെ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ പൊളാരിറ്റി ഓഫ് S1 റിലേറ്റീവ് ടു എസുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ S1ന്റെ പൊളാരിറ്റി പോസിറ്റീവ് ആകുന്നു. ഇവിടെ എന്താണ്? ഡയോഡിന്റെ P ടൈപ്പ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ രണ്ടും കൂടെ പോസിറ്റീവ് വന്നതുകൊണ്ട് അത് ഫോർവേഡ് ബയാസിംഗ് ആയി, കണ്ടക്റ്റിംഗ് ആയി നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ ആണോ? ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ നമുക്ക് കിട്ടി. ദെൻ ഇനി എന്താ സംഭവിക്കുക? AC-യുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇതിലേക്ക് വരുന്ന സമയത്ത് S1ന്റെ പൊളാരിറ്റി എന്താകും? നമ്മൾ പഠിച്ചു, മൈനസ് ആണ് അല്ലേ? പൊളാരിറ്റി ഓഫ് S1 മൈനസ് ആണ് റിലേറ്റീവ് ടു S. ബട്ട് ഇവിടെ എന്തുണ്ട്? അടുത്തൊരു ഡയോഡ് കൂടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു ഡയോഡ് D2 ഇവിടെ S2-ൽ നിന്ന് പോയിട്ടുണ്ട്. സോ ഈ S2ന്റെ പൊളാരിറ്റി എന്തായിട്ട് മാറി? ഇവിടെ മൈനസ് ആകുമ്പോൾ S2ന്റെ പൊളാരിറ്റി എന്തായിട്ട് മാറുക? പോസിറ്റീവ് റിലേറ്റീവ് ടു S. അപ്പോൾ S-മായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ പൊളാരിറ്റി എന്താണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മളുടെ AC-യുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈഡിലെ വരുന്ന ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആയി കണ്ടക്റ്റിംഗ് അല്ല എങ്കിൽ പോലും ആര് കണ്ടക്ട് ചെയ്യുന്നുണ്ട്? നമ്മളുടെ D2 ഡയോഡ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇതിലൂടെ ഫോർവേഡ് കറണ്ട് ഫ്ലോ ചെയ്യും. ഈ D2 ഫോർവേഡ് ബയാസ്ഡ് ആകും. ഓക്കെ ആണോ? ഡ്യൂറിംഗ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് AC, ഡയോഡ് D2 ഈസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് D1 ഈസ്
റിവേഴ്സ് ബയാസ്ഡ്. സോ D2 ഫോർവേഡ് ബയാസ്ഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇതിലൂടെ കയറിയിട്ട് ഈ ഡയോഡ് യൂണി ഡയറക്ഷണൽ ആണ്. സോ ഇതിലൂടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കയറി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? ഔട്ട്പുട്ടിൽ ഒരു DC അഗെയിൻ കിട്ടും. ഓക്കെ ആണോ? ദെൻ വീണ്ടും AC-യുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എൻട്രി ചെയ്യുന്നു. ഡയോഡ് D1 അഗെയിൻ ഫോർവേഡ് ബയാസ്ഡ് ആകുന്നു, D2 റിവേഴ്സ് ബയാസ്ഡ് ആകുന്നു. ആ ഹാഫ് സൈക്കിൾ എൻട്രി ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ടിൽ DC കിട്ടും. ദെൻ വീണ്ടും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കയറുന്നു. ഡയോഡ് D1 റിവേഴ്സ് ബയാസ്ഡും ഡയോഡ് D2 ഫോർവേഡ് ബയാസ്ഡും ആകും. ആ AC-യുടെ അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ എന്താക്കി മാറ്റും? DC ഔട്ട്പുട്ട് ആക്കി മാറ്റും. സോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത ഒരു DC ഔട്ട്പുട്ട് ആയിരിക്കും ഇവിടെ ഫുൾ വേവ് റെക്ടിഫയറിൽ കിട്ടുക. ഫുൾ വേവ് റെക്ടിഫയറിൽ എത്ര ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്? 2 ഡയോഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് റെക്ടിഫൈസ് ബോത്ത് ഹാഫ്സ് ഓഫ് AC സൈക്കിൾ. AC സൈക്കിളിന്റെ രണ്ട് ഹാഫിനെയും എന്ത് ചെയ്യുന്നുണ്ട്? റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. ബോത്ത് ഹാഫ്സ് ഓഫ് AC സൈക്കിൾ ഈസ് റെക്ടിഫൈഡ് ഇൻ ഫുൾ വേവ് റെക്ടിഫയേഴ്സ്. ഇറ്റ് ഗീവ്സ് എ കണ്ടിന്യൂസ് പൾസേറ്റിംഗ് ഔട്ട്പുട്ട്. ഇറ്റ് റിക്വയർസ് 2 ഡയോഡ്സ് ആൻഡ് ഇറ്റ്സ് എഫിഷ്യൻസി ഈസ് വെരി ഹൈ. 80% ആണ്. ലെസ് വേസ്റ്റേജ് ഓഫ് എനർജി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഫുൾ വേവ് റെക്ടിഫയർ എന്തിനാണ് യൂസ് ചെയ്യുക? AC-യെ കംപ്ലീറ്റ് ആയിട്ട് റെക്ടിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ ഫുൾ വേവ് റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യുക. എന്നാൽ ഹാഫ് വേവ് റെക്ടിഫയറിൽ ഓൺലി ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് AC ഈസ് റെക്ടിഫൈഡ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ നോക്കുക സെനർ ഡയോഡ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? ഇപ്പോൾ PN ജംഗ്ഷൻ ഡയോഡ് അതിൻ്റെ ആപ്ലിക്കേഷൻ പഠിച്ചു. നെക്സ്റ്റ് സെനർ ഡയോഡ് ആണ്. സെനർ ഡയോഡ് എന്ന് പറയുമ്പോൾ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള ഡയോഡ് ആയിരിക്കും. ഒരു PN ജംഗ്ഷൻ ഡയോഡിനെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്? സ്പെഷ്യലി ഡിസൈൻഡ് ആണ്. അതായത് ഹെവിലി ഡോപ്പ് ചെയ്ത് ഡിപ്ലേഷൻ ലെയർ തിൻ ആക്കിക്കൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമുണ്ട്. റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയണിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. റിവേഴ്സ് ബയാസിങ്ങിൽ വർക്ക് ചെയ്യത്തക്ക വിധത്തിലാണ് ഇതിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഹെവിലി ഡോപ്ഡ് ആയിട്ട് ഡിപ്ലേഷൻ ലെയർ തിൻ ആക്കിക്കൊണ്ട് നമ്മൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്യുന്ന ഡയോഡുകളാണ് സെനർ ഡയോഡുകൾ. ഇവരെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഫോർവേഡ് ബയാസിങ്ങിലല്ല, റിവേഴ്സ് ബയാസിങ്ങിൽ. റിവേഴ്സ് ബയാസിങ്ങിലാണ് ഇവർ വർക്ക് ചെയ്യുക. റിവേഴ്സ് ബയാസ്ഡ് റീജിയണിലാണ്, റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയണിലായിരിക്കും ഇവർ വർക്ക് ചെയ്യുക. ഇവർക്കൊരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ടായിരിക്കും. നമുക്കറിയാം റിവേഴ്സ് ബയാസിങ്ങിൽ എന്താണ്? കണ്ടക്റ്റിംഗ് ആണോ ഡയോഡ്? അല്ല. റിവേഴ്സ് ബയാസിങ്ങിൽ ഡയോഡ് കണ്ടക്റ്റിംഗ് അല്ല. എന്നാൽ സെനർ ഡയോഡിനെ നമ്മൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്യുന്നത് റിവേഴ്സ് ബ്രേക്ക് ഡൗണിൽ വർക്ക് ചെയ്യാനായിട്ടാണ്. അതുകൊണ്ട് ഇതിനൊരു പ്രീ ഡിറ്റർമൈൻഡ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ടായിരിക്കും. ഇതിനൊരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു നീ വോൾട്ടേജ് ഉണ്ടായിരിക്കും. അപ്പോൾ സെനറിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെ നമ്മൾ സെനർ വോൾട്ടേജ് എന്നാണ് വിളിക്കുക, VZ എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ സെനർ വോൾട്ടേജിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ബയാസ്ഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്തു, റിവേഴ്സ് ബയാസിങ് കൊടുത്തു. റിവേഴ്സ് ബയാസിങ് കൊടുത്ത് നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോഴൊന്നും ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല അല്ലേ? ഒരു നോർമൽ PN ജംഗ്ഷൻ ഡയോഡ് ആണെങ്കിൽ അത് ഒരു യൂണി ഡയറക്ഷണൽ ആണ്, ഫോർവേഡ് ബയാസിങ്ങിൽ മാത്രമേ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. എന്നാൽ നമ്മളൊരു സെനർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്താണ്? നമ്മൾ റിവേഴ്സ് ബയാസിങ്ങിൽ കൊടുത്ത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തിട്ട് നമ്മളുടെ സെനറിന് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് നമ്മളൊരു സെനർ വോൾട്ടേജ് വെച്ചിട്ടുണ്ട്. അതൊരു ലെസ് ദാൻ 6 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഒരു 5.6 ആ ഒരു റേഞ്ച് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഒരു 6-ന് താഴെ വരുന്ന ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ അത്രയും ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ അപ്ലൈഡ് വോൾട്ടേജ് ഈ ഒരു സെനർ വോൾട്ടേജ് എത്തുമ്പോഴത്തേക്ക് റിവേഴ്സ് ബയാസിങ്ങിൽ നമ്മളുടെ അപ്ലൈഡ് വോൾട്ടേജ് ഈ ഒരു സെനർ വോൾട്ടേജ് എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കും? അതുവരെ ഇവിടെ ഒരു ജംഗ്ഷനെ ക്രോസ് ചെയ്യുകയോ മജോറിറ്റി ക്യാരിയേഴ്സ് ക്രോസ് ചെയ്യുകയോ കണ്ടക്ഷൻ ഒന്നും നടക്കില്ല. എന്നാൽ ഒരു റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ എത്തുമ്പോഴേക്കും നമ്മളുടെ അപ്ലൈഡ് വോൾട്ടേജ് ഈ ഒരു സെനർ വോൾട്ടേജിൽ എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ആ ജംഗ്ഷൻ ബ്രേക്ക് ആയിട്ട് ചാർജ് ക്യാരിയേഴ്സ് ഓപ്പോസിറ്റിലേക്ക് ഫ്ലോ ചെയ്യും. എന്നിട്ടൊരു വെരി ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങും. മനസ്സിലായോ പറഞ്ഞേ? അപ്പോൾ നമ്മളുടെ അപ്ലൈഡ് വോൾട്ടേജ് സെനർ വോൾട്ടേജിൽ എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ബ്രേക്ക് ഡൗൺ നടക്കും. അപ്പോൾ റിവേഴ്സ് റീജിയണിൽ നടക്കുന്ന ഒരു ബ്രേക്ക് ഡൗൺ ആയതിനെ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ എന്നാണ് വിളിക്കുക. അതെന്താണ്? സെനർ ബ്രേക്ക് ഡൗൺ ആണ്. VZ ആണ് സെനർ വോൾട്ടേജ്. അപ്പോൾ നമ്മൾ എത്രയാണോ ഡിറ്റർമൈൻ ചെയ്ത് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് വെച്ചിരിക്കുന്ന ആ വോൾട്ടേജിൽ എത്തുമ്പോഴേക്കാണ് ഈ ഒരു കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യും. എന്നാൽ ഈ വോൾട്ടേജ് എന്തായിട്ട് തന്നെ നിൽക്കും? നിയർലി കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. ആ വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിക്കഴിയുമ്പോൾ തന്നെ കറണ്ട് ലാർജായിട്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. വോൾട്ടേജ് എന്തായിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ വോൾട്ടേജ് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് AC ഇൻപുട്ട് വോൾട്ടേജുകളെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ഒരു വേരിയിങ് ആയിട്ടുള്ളതിനെ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സ്റ്റെബിലൈസറുകളിലും അതേപോലെ തന്നെ വോൾട്ടേജ് റെഗുലേറ്റർ, അപ്പോൾ സ്റ്റെബിലൈസറുകളിൽ അല്ലെങ്കിൽ വോൾട്ടേജ് റെഗുലേറ്റിംഗ് പർപ്പസുകൾക്കൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്? സെനർ ഡയോഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് സ്റ്റെബിലൈസർ ആയിട്ട് അല്ലെങ്കിൽ
വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് യൂസ് ചെയ്യാനുള്ള സ്പെഷ്യലി ഡിസൈൻഡ് ഹെവിലി ഡോപ്ഡ് ഡയോഡുകളാണ്. സെനർ ഡയോഡ് എവിടെയാണ് വർക്ക് ചെയ്യുക? റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയണിലാണ് വർക്ക് ചെയ്യുക എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സ്പെഷ്യലി ഡിസൈൻഡ് ഹെവിലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണ് അല്ലേ? സ്പെഷ്യലി ഡിസൈൻഡ് ഹെവിലി ഡോപ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡ് ഹാവിംഗ് എ വെരി തിൻ ഡിപ്ലീഷൻ ലെയർ ആൻഡ് ഹാവിംഗ് എ വെരി ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അതിനൊരു ഷാർപ്പ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ഓൾവേസ് ഓപ്പറേറ്റഡ് ഇൻ എ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയൻ. ഓക്കെ ആണല്ലോ. ഇറ്റ് ആക്ട് ആസ് എ വോൾട്ടേജ് സ്റ്റെബിലൈസർ ഓർ വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പോൾ സാധാരണഗതിയിൽ എന്താണ് ഈ ഒരു സെനർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 6 വോൾട്ടിന് താഴെ ആയിരിക്കും. അപ്പോൾ സെനറിന്റെ സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ സിമ്പിളിനോട് ഏകദേശം സിമിലർ ആണ്. എന്നാൽ ഇവിടെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്, ഒരു Z പോലെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് സെനർ ഡയോഡ് എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് കുറച്ച് ഒപ്റ്റോ ഇലക്ട്രിക് ഡിവൈസുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഡയോഡുകളാണ് LED, അതുപോലെ തന്നെ ഫോട്ടോ ഡയോഡ്സ്, ഫോട്ടോ വോൾട്ടായിക് സെല്ല്, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ LED എന്താണ്? നമുക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളാണ് അല്ലേ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് പേര് പോലെ തന്നെ ലൈറ്റിനെ എമിറ്റ് ചെയ്യും. അപ്പോൾ ഫോർവേഡ് ബയാസിങ്ങിലാണ് ഇത് വർക്ക് ചെയ്യുക. LEDs വർക്ക് ചെയ്യുക എവിടെയാണ്? ഫോർവേഡ് ബയാസിങ്ങിൽ. കണ്ടക്റ്റിംഗ് ആണ്, ഫോർവേഡ് ബയാസിങ്ങിൽ വർക്ക് ചെയ്യുന്ന. ഇതേപോലെ തന്നെ ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. അത് ഫോർവേഡ് ബയാസിങ്ങിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ എന്ത് സംഭവിക്കും? ഇത് ലൈറ്റിനെ എമിറ്റ് ചെയ്യും. സ്പോണ്ടേനിയസ് ആയിട്ട് എന്ത് സംഭവിക്കും? റാപ്പിഡായിട്ട് തന്നെ ലൈറ്റിനെ എമിറ്റ് ചെയ്യും. ഇതിലൂടെ ഇത് ഫോർവേഡ് ബയാസിങ്ങിലായി കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അത് ലൈറ്റിനെ എമിറ്റ് ചെയ്യും. അത്തരം ഡയോഡുകളാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ഓർ LEDs. ഒരുപാട് എന്താണ് അഡ്വാൻറ്റേജസ് ഉള്ളവയാണ്. ഇതിന് റെഡ്, യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ ആൻഡ് ബ്ലൂ ലൈറ്റുകൾ എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ കമേഴ്സ്യലി അവൈലബിൾ ആയിട്ടുള്ള LEDസിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ റെഡ്, യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ ആൻഡ് ബ്ലൂ ആണ്. പിന്നെ ഇവരുടെ ഓപ്പറേഷണൽ വോൾട്ടേജ് വളരെ ലോ മതി, പവർ വളരെ കൺസംഷൻ കുറവാണ്, വളരെ ഫാസ്റ്റ് റാപ്പിഡ് ആക്ഷൻ ആണ്. സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെയാണ് ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്നത്. വാം അപ്പ് ടൈം റിക്വയർഡ് അല്ല. ഫാസ്റ്റ് ഓൺ ഓഫ് സ്വിച്ചിങ് കേപ്പബിലിറ്റി ഉണ്ട്, ലോങ് ലൈഫ് ഉണ്ട്. ഇങ്ങനെ LEDസിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ LED ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ഫോട്ടോ ഡയോഡ്സ് ആൻഡ് സോളാർ സെൽസ് ആണ്. അപ്പോൾ ഇതും എന്താണ്? ഓപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസുകളാണ്. ഫോട്ടോ ഡയോഡ്സ് ആൻഡ് സോളാർ സെൽസ്. സോളാർ സെൽ ഓർ ഫോട്ടോ വോൾട്ടായിക് സെൽ എന്നാണ് പറയുക. അപ്പോൾ ഫോട്ടോ ഡയോഡും സോളാർ സെല്ലും നിയർലി ചെയ്യുന്ന ഒരേ കാര്യം തന്നെയാണ്. ലൈറ്റ് എനർജി എന്താക്കി മാറ്റുവാണ്? ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഫോട്ടോ ഡയോഡ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ പർപ്പസ് ആണ്. ഒരു സ്പെഷ്യൽ പർപ്പസ് പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. അപ്പോൾ സോളാർ സെല്ലും സ്പെഷ്യൽ പർപ്പസ് ഡയോഡ് തന്നെയാണ്. അപ്പോൾ ഫോട്ടോ ഡയോഡ് എന്താണ്? സ്പെഷ്യൽ പർപ്പസ് പി എൻ ജംഗ്ഷൻ ഡയോഡ് ദാറ്റ് കൺസ്യൂംസ് ലൈറ്റ് എനർജി ടു പ്രൊഡ്യൂസ് ഇലക്ട്രിക് കറണ്ട്. ഇത് ശരിക്കും ഒരു ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഒരു സെൻസറിങ് മാത്രമേ ഉള്ളൂ. ഒരു ഡിറ്റക്ട് ചെയ്യുക, ലൈറ്റ് എനർജിയെ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യുവാണ്. റിവേഴ്സ് ബയാസ്ഡ് റീജിയണിൽ വർക്ക് ചെയ്യുന്നതായിട്ട് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഫോട്ടോ ഡയോഡ്സ് വർക്ക് ചെയ്യുന്ന എവിടെയാണ്? ദേ ആർ ഡിസൈൻ ടു വർക്ക് ഇൻ ദ റിവേഴ്സ് ബയാസ്ഡ് മോഡ്. അപ്പോൾ റിവേഴ്സ് ബയാസ്ഡ് മോഡിലായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുക. ഒരു സ്പെഷ്യൽ പർപ്പസ് പി എൻ ജംഗ്ഷൻ ഡയോഡ് തന്നെയാണ് ഈ ഒരു ഫോട്ടോ ഡയോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈറ്റ് എനർജി എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡിറ്റക്ട് ചെയ്യുക അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എന്താണ്? ഒരു ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല. പിന്നെ എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ? ഒന്ന് ഡിറ്റക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു സെൻസർ ചെയ്യുക, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് ഫോട്ടോ ഡയോഡുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിറ്റക്ഷൻ സർക്യൂട്ടുകളിലും അതേപോലെ തന്നെ സെൻസറിങ്, ഇപ്പോൾ ഫയർ ഡിറ്റക്ടേഴ്സ്, ഫയർ ആൻഡ് സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ഒക്കെ ഇല്ലേ? അപ്പോൾ അതേപോലെയുള്ള ഡിറ്റക്ടിങ് അങ്ങനത്തെ ഡിറ്റക്ഷൻ സർക്യൂട്ടുകളിലും അതേപോലെ തന്നെ ലോജിക് സർക്യൂട്ട്സ്, ഓപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഫോട്ടോ ഡയോഡുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിറ്റക്ടറായിട്ടൊക്കെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്. ലൈറ്റിൻ്റെ ഒരു ലൈറ്റ് സിഗ്നൽ വന്ന് വീഴുമ്പോഴത്തേക്ക്, ലൈറ്റ് എനർജി വന്ന് വീഴുമ്പോഴത്തേക്ക് അത് കറസ്പോണ്ടിങ് എന്തായിട്ട് മാറും? അത് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഒരു ഫോട്ടോ ഡയോഡിൻ്റെ സിമ്പൽ. ഓക്കെ ആണല്ലോ. സ്പെഷ്യൽ പർപ്പസ് പി എൻ ജംഗ്ഷൻ ഡയോഡ് ദാറ്റ് കൺസ്യൂംസ് ലൈറ്റ് എനർജി ടു പ്രൊഡ്യൂസ് ഇലക്ട്രിക് കറണ്ട്. ദേ ആർ ഡിസൈൻഡ് ടു വർക്ക് ഇൻ ദ reverse biased mode. So when light of suitable frequency falls on the junction, it starts conducting. അപ്പോൾ ഇതിൻ്റെ ഒരു പി എൻ ജംഗ്ഷനിലേക്ക് സ്യൂട്ടബിൾ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇത് കണ്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിവേഴ്സ് ബയാസ്ഡിലാണിത് വർക്ക് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കുക. ഡിറ്റക്ഷൻ സർക്യൂട്ടുകളിലാണ് കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ റിമോട്ടുകളിലൊക്കെ അത് സെൻസർ ചെയ്യുമല്ലേ? അപ്പോൾ ആ സെൻസറിങ് ആയിട്ടുള്ള സർക്യൂട്ടുകളിലൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. ഇനി സോളാർ സെല്ലിലേക്ക് വരുമ്പോൾ അതൊരു ഫോട്ടോ വോൾട്ടായിക് സെല്ലാണ്. സോളാർ സെൽ എന്ന് പറഞ്ഞാൽ ഫോട്ടോ വോൾട്ടായിക്
വോൾട്ടായിക് ഇഫക്റ്റിൽ വർക്ക് ചെയ്യുന്ന സെല്ലുകളാണ് സോളാർ സെല്ലുകൾ. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് ജംഗ്ഷൻ ഡയോഡുകളാണ്. ഇവിടെ നമ്മൾ എന്താണ് ആ ഇൻപുട്ട് ലൈറ്റ് എനർജിയെ ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ പവർ ആയിട്ട് ഇവർ കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇൻപുട്ടിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ പവർ അവിടെ കിട്ടുന്നുണ്ട്. സർക്യൂട്ടിൽ ഒരു ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ പവർ കൊടുക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒരു ബയാസിങ്ങിൻ്റെ ആവശ്യമില്ല. എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഒരു ലാർജ് ഏരിയ ഉണ്ടായിരിക്കും. ഫോട്ടോഡയോഡുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ സോളാർ സെല്ലിൻ്റെ ഏരിയ വളരെ ലാർജ് ആയിരിക്കും. എക്സ്റ്റേണൽ ബയാസിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. സീറോ ബയാസിംഗ് ആണ്. അല്ലെങ്കിൽ എക്സ്റ്റേണൽ അപ്ലൈഡ് വോൾട്ടേജിൻ്റെ ആവശ്യമില്ല. ഇവരെന്ത് കൺവേർട്ട് ചെയ്യും? ലൈറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സ്പെഷ്യലി ഡിസൈൻഡ് ജംഗ്ഷൻ ഡയോഡുകളാണ് സോളാർ സെല്ലുകൾ. അതേസമയം ഫോട്ടോ ഡയോഡുകൾ എന്ന് പറഞ്ഞാൽ ഡിറ്റക്ടറുകളാണ് ഓർത്തിരിക്കുക. സോ ഫോട്ടോ വോൾട്ടായിക് സെൽ ഈസ് എ സ്പെഷ്യൽ ജംഗ്ഷൻ ഡയോഡ് വിച്ച് കൺവേർട്സ് ലൈറ്റ് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ബൈ ദി ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ്. ഫോട്ടോ വോൾട്ടായിക് ഇഫക്റ്റ് അനുസരിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഫോട്ടോ വോൾട്ടായിക് സെൽ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സോളാർ സെല്ലുകളാണ്. ഇറ്റ് ഡസ് നോട്ട് നീഡ് ആൻ എക്സ്റ്റേണൽ ബയാസ്, സീറോ ബയാസ്, ആൻഡ് ദേ ആർ പവർ സോഴ്സസ്. ബിക്കോസ് എന്താണ്? ലൈറ്റ് എനർജി ഇവർ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ഔട്ട്പുട്ട് പവർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹാസ് എ ലാർജ് ഏരിയ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നതും ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. നമ്മൾ ഡയോഡുകൾ പഠിച്ചു അല്ലേ? ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒരു 2 ടെർമിനൽ ഡിവൈസ് ആണ്. ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര ടെർമിനൽസ് ഉണ്ട്? 3 ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസുകളാണ് ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിവൈസ് ആണ്. വൈഡ് ആപ്ലിക്കേഷൻസ് ഇലക്ട്രോണിക്സിലുള്ള ഡിവൈസുകളാണ് ട്രാൻസിസ്റ്റേഴ്സ്. 3 ടെർമിനൽ ഡിവൈസസ് ആണ് ഇവരെന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? എ ട്രാൻസിസ്റ്റർ ഈസ് എ 3 ടെർമിനൽ ഇലക്ട്രോണിക് ഡിവൈസ് മെയ്ഡ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ആംപ്ലിഫിക്കേഷൻ, സ്വിച്ചിങ്, വോൾട്ടേജ് റെഗുലേഷൻ, സിഗ്നൽ മോഡുലേഷൻ എക്സെട്ര. ഓക്കെ. അപ്പോൾ ആംപ്ലിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് കുറവുള്ള വീക്ക് സിഗ്നൽസിനെ ഹൈ ആംപ്ലിറ്റ്യൂഡ് സിഗ്നലുകളായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക അല്ലേ? ലെസ് ആംപ്ലിറ്റ്യൂഡ് ഉള്ള വീക്ക് സിഗ്നൽസിനെ അതിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാതെ തന്നെ ഹൈ ആംപ്ലിറ്റ്യൂഡ് ഉള്ള സ്ട്രോങ് സിഗ്നൽസ് ആക്കി മാറ്റുക. അതേപോലെ തന്നെ എന്താണ്? മോഡുലേറ്റിംഗ് സിഗ്നൽസ് അല്ലേ? സിഗ്നലുകളെ മോഡുലേറ്റ് ചെയ്യുക, ആംപ്ലിഫിക്കേഷന്, സ്വിച്ചിങ് സിഗ്നൽസ്, ഇങ്ങനെ കുറേ ആപ്ലിക്കേഷൻസ് ട്രാൻസിസ്റ്റേഴ്സിനുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സുകളെ കുറിച്ചാണ്. ജംഗ്ഷൻ ട്രാൻസിസ്റ്ററുകളാണ്. അപ്പോൾ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററുകൾ അല്ലെങ്കിൽ സിംപിളി നമ്മളുടെ നോർമൽ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ BJT ആണ്. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ട്രാൻസിസ്റ്ററിന് മെയിൻലി 3 റീജിയൻസ് ഉണ്ട്. ഒരു എമിറ്റർ ഉണ്ട്, ഒരു ബേസ് ഉണ്ട്, ഒരു കളക്ടർ ഉണ്ട്. ഒരു എമിറ്റർ, ഒരു ബേസ്, ഒരു കളക്ടർ. അപ്പോൾ എമിറ്ററും ബേസും തമ്മിൽ ചേരുന്ന ഒരു റീജിയൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ബേസും കളക്ടറും തമ്മിൽ ചേരുന്ന ഒരു ജംഗ്ഷൻ ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എമിറ്റർ, ബേസ്, കളക്ടർ. അപ്പോൾ NPN ട്രാൻസിസ്റ്റേഴ്സും ഉണ്ട്, PNP ട്രാൻസിസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ മെയിൻലി NPN ആൻഡ് PNP ട്രാൻസിസ്റ്റേഴ്സ് ഇങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സിനെ തിരിക്കുന്നത്. അതിൽ PNP ട്രാൻസിസ്റ്റേഴ്സ് പേര് പോലെ തന്നെ 2 P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന് ഇടയിലായിട്ട് ആര് വരുന്നു? ഒരു N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് വരുന്നു. അപ്പോൾ 2 P ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനിടയിൽ ഒരു N ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ സാൻഡ്വിച്ച് ചെയ്തെടുക്കുന്നതാണ് ഒരു PNP ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു Pയും Nഉം തമ്മിൽ ചേരുന്നിടത്ത് ഒരു PN ജംഗ്ഷൻ ഉണ്ട്. എഗെയിൻ ഒരു Nഉം Pയും ചേരുന്നിടത്ത് ഒരു PN ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ 2 ജംഗ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ട്രാൻസിസ്റ്റേഴ്സ് ആണ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിന് 3 റീജിയൻസ് ഉണ്ട്. ഫസ്റ്റ് ആ ട്രാൻസിസ്റ്ററിൻ്റെ റീജിയനുകളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ അതിനൊരു എമിറ്റർ ഉണ്ട്, ഒരു ബേസ് ഉണ്ട്, ഒരു കളക്ടർ ഉണ്ട്. അപ്പോൾ അതിന് 3 പ്രത്യേകതയുണ്ട്. ഈ എമിറ്ററിൻ്റെ ഡോപ്പിംഗ് എങ്ങനെയാണ്, സൈസ് എങ്ങനെയാണ്, ബേസിൻ്റെ ഡോപ്പിംഗ് എങ്ങനെയാണ്, സൈസ് എങ്ങനെയാണ്, അതേപോലെ തന്നെ കളക്ടറിൻ്റെയും. അപ്പോൾ എമിറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള റീജിയൺ ആയിരിക്കും. എമിറ്റർ എന്തായിരിക്കും? ഹെവിലി ഡോപ്ഡ് റീജിയൺ ആയിരിക്കും. അതിൻ്റെ സൈസ് എന്ന് പറയുന്ന ഇൻ ബിറ്റ്വീൻ ബേസ് ആൻഡ് കളക്ടർ ആയിരിക്കും വരിക. മോഡറേറ്റ് സൈസ് ആയിരിക്കും വരിക. ഇനി രണ്ടാമത് വരുന്ന ബേസ് എന്ന് പറയുന്നതോ, ബേസിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ തിന്നാണ്. ഇത് വളരെ തിന്നാണ്, ഡോപ്പിംഗ് ലെവലും വളരെ കുറവാണ്. ഇനി കളക്ടറിലേക്ക് വരുമ്പോൾ ലാർജർ സൈസ് ആണ്, എന്നാൽ അതിൻ്റെ ഡോപ്പിംഗ് എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ എമിറ്റർ ആൻഡ് ബേസ് ആണ്. അപ്പോൾ എമിറ്റർ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഡോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എമിറ്റർ ആണ് ഇവിടെ എമിറ്റ് ചെയ്യുന്ന മെജോറിറ്റി ക്യാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റേഴ്സിൽ മെജോറിറ്റി ക്യാരിയേഴ്സിനെ എമിറ്റ് ചെയ്യുന്ന ആരാണ്? എമിറ്റർ ആണ്. അപ്പോൾ പേര് പോലെ തന്നെ അത് എമിറ്റ് ചെയ്യുകയാണ്. ബേസ് എന്ന് പറയുന്ന ഈ ക്യാരിയേഴ്സിൻ്റെ ഒരു പാത്ത് ഈസിയർ ആക്കാനായിട്ട് വളരെ തിന്നായിട്ട് വെച്ചിരിക്കുന്ന ഒരു റീജിയൺ ആണ്. വെരി തിന്നായിട്ടുള്ള റീജിയൺ ആണ്. അപ്പോൾ എമിറ്ററിലൂടെ വരുന്ന മെജോറിറ്റി ക്യാരിയേഴ്സ് ബേസിലൂടെ പോയി കളക്ടർ അതിനെ കളക്ട് ചെയ്യുകയാണ്. സോ കളക്ടർ ഒരു ലാർജ് റീജിയൺ ആണ്. അതുപോലെ തന്നെ എമിറ്ററും ബേസും തമ്മിൽ ചേരുന്ന എമിറ്റർ ബേസ് ജംഗ്ഷൻ ഓൾവേസ് ഇൻ ഫോർവേഡ് ബയാസിംഗ് കണ്ടീഷൻ ആണ്. ഓർത്തിരിക്കുക, എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് ബേസ് കളക്ടർ ജംഗ്ഷൻ ഈസ് റിവേഴ്സ് ബയാസ്ഡ്. അപ്പോൾ എമിറ്റർ ബേസ് കളക്ടർ 3ന്റെ സൈസ് എങ്ങനെയാണ്, ഡോപ്പിംഗ് ലെവൽ എങ്ങനെയാണ്? എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്ഡ് ആണെന്ന് ഓർക്കുക.
നമുക്ക് ബേസ് കളക്ടർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയസ്ഡ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എമിറ്റർ കറണ്ട് ആണ് IE, ബേസ് കറണ്ട് IB ആണ്, കളക്ടർ കറണ്ട് IC ആണെങ്കിൽ എമിറ്റർ കറണ്ട് IE ഈസ് ഈക്വൽ ടു എന്തായിരിക്കും IB പ്ലസ് IC ആണ്. അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എമിറ്റർ കറണ്ട് ട്രാൻസിസ്റ്ററിലെ കറണ്ട് റിലേഷൻ എന്ന് പറഞ്ഞാൽ IE ഈസ് ഈക്വൽ ടു IB പ്ലസ് IC ആണ്. അതാണ് ട്രാൻസിസ്റ്ററിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു ട്രാൻസിസ്റ്ററിന്റെ സിമ്പൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും കൊടുത്തിട്ടുണ്ട്. ഇതൊരു NPN ട്രാൻസിസ്റ്ററും ഇതൊരു PNP ട്രാൻസിസ്റ്ററുമാണ്. അപ്പോൾ ഇത് തമ്മിൽ തിരിച്ചറിയാനായിട്ട് NPN ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നെവർ പോയിന്റ്സ് ഇൻ എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു ആരോ ഹെഡ് എമിറ്ററിൻ്റെ ഇവിടെ വരുന്ന ഒരു ആരോ പുറത്തേക്കായിരിക്കും. ഓക്കെ, ആരോ പുറത്തേക്കായിരിക്കും. അപ്പോൾ ഇത് ബേസ് ആണ്, ഇത് കളക്ടർ ആണ്. ഈ ഒരു പോയിന്റ് എന്താ പറഞ്ഞാൽ എമിറ്റർ ആയിരിക്കും. 3 ടെർമിനൽസ് ആണ്. അപ്പോൾ 1 2 3 ടെർമിനൽസ് ആണ്. എമിറ്ററിൻ്റെ ആരോ പുറത്തേക്കായിരിക്കും NPN ട്രാൻസിസ്റ്റേഴ്സിൽ. PNP എന്ന് പറഞ്ഞാൽ എന്താണ്, പോയിന്റ്സ് ഇൻ പെർമനൻ്റ്ലി എന്ന് ഓർത്തിരിക്കുക. എപ്പോഴും അതിൻ്റെ ആരോ ഉള്ളിലേക്കായിരിക്കും. അപ്പോൾ ഇത് ബേസ് ആണ്, കളക്ടർ ആണ്, എമിറ്റർ ആണ്. അപ്പോൾ ഇത് 3 രീതിയിൽ നമുക്കിതിനെ സർക്യൂട്ടുകളിൽ കോൺഫിഗറേഷൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ 3 രീതിയിൽ കണക്ട് ചെയ്യാറുണ്ട്. അതായത് ബേസ് ടെർമിനലിനെ നമ്മൾ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് എടുത്താൽ അത് കോമൺ ബേസ് കോൺഫിഗറേഷൻ. ഇനി എമിറ്റർ ടെർമിനലിനെ നമ്മൾ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആയിട്ട് എടുത്താൽ അത് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അതേപോലെ തന്നെ കളക്ടർ ടെർമിനലിനെ നമ്മൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിന് കോമൺ ആയിട്ട് എടുത്താൽ അത് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ. അപ്പോൾ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ആംപ്ലിഫയർ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതായത് ഒരു വീക്ക് ഇൻപുട്ട് സിഗ്നലിനെ കൊടുക്കുമ്പോൾ ഒരു CE ആംപ്ലിഫയർ എന്തായിട്ട് മാറ്റും, അതിനെ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലുള്ള ട്രാൻസിസ്റ്ററിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഒരു വെരി ഹൈ ആംപ്ലിറ്റ്യൂഡുള്ള സ്ട്രോങ് സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഒരു CE ആംപ്ലിഫയർ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ നമ്മൾ ട്രാൻസിസ്റ്റേഴ്സിനെ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ 2 ടൈപ്പ് NPNും PNPയും ആണ് പറഞ്ഞത്. ഇതിൻ്റെ റീജിയൻസും അതിൻ്റെ ഡോപ്പിംഗ് ലെവലും ഒക്കെ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് ബേസിക്കലി നമ്മൾ ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിംഗിൾ ഇലക്ട്രോണിക് കമ്പോണൻസ് കൊണ്ട് നമ്മളൊരു വലിയൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഹെവി ആയിട്ടുള്ളൊരു സർക്യൂട്ട് ആയിരിക്കും അല്ലേ. ഒരുപാട് ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളെ നമ്മൾ ചേർത്തുകൊണ്ട് ഒരു സർക്യൂട്ട് ഉണ്ടാക്കുക. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ മോഡേൺ ടെക്നോളജി ഉപയോഗിക്കുന്ന വളരെ ചെറിയ ചിപ്പുകൾ, അവരാണ് IC അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആയിരക്കണക്കിന് ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളെ എല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ചെറിയ ചിപ്പിലേക്ക് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡിവൈസാണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഓർ IC എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്കൊരു ആംപ്ലിഫയർ ആയിട്ടോ ഓസിലേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മൈക്രോ പ്രോസസ്സറിൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ മെമ്മറി ആയിട്ടോ ഒക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ഈ ടൈനി ആയിട്ടുള്ള ചിപ്പുകൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്? ആൻഡ് IC ഈസ് എ കളക്ഷൻ ഓഫ് ഇലക്ട്രോണിക് കമ്പോണൻസ്. അപ്പോൾ ഇതിൽ ഒരുപാട് കമ്പോണൻസ് വരുന്നുണ്ട്. റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഡയോഡ്സ്, നമ്മളുടെ ട്രാൻസിസ്റ്റേഴ്സ്, ഇവരെയൊക്കെ എന്ത് ചെയ്യുകയാണ്, സ്റ്റഫ്ഡ് ഇൻടു എ ടൈനി ചിപ്പ്. അതിനെ ഒരു ചെറിയൊരു ചിപ്പിലേക്ക് നമ്മൾ സ്റ്റഫ് ചെയ്യുവാണ്. അപ്പോൾ ട്രാൻസിസ്റ്റേഴ്സ് ഇങ്ങനെ ഒരുപാട് കമ്പോണൻസുകളെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ടൈനി ചിപ്പിലേക്ക് സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ചെറിയ ഒരു ചിപ്പാണ് ഈ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ IC ചിപ്പ് ഉണ്ടാക്കാനായിട്ട് പല സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഉപയോഗിക്കുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സിലിക്കോൺ ആണ്. അപ്പോൾ ഇതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. എക്സ്ട്രീംലി സ്മോളർ സൈസ് ആണ്, പവർ റിക്വയർമെൻറ്റ് ലെസ് ആണ്, വെയിറ്റ് ലെസ് ആണ്, ലോ കോസ്റ്റ് ആണ്, വളരെ റിലയബിൾ ആണ്. ബിക്കോസ് എന്താണ്, സോൾഡറിങ് ജോയിൻസ് ഒന്നും വരുന്നില്ല അല്ലേ, വളരെ റിലയബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഹൈ എബിലിറ്റി ആൻഡ് സ്പീഡ് ഉള്ളവരാണ്. ഓസിലേറ്റർ, ആംപ്ലിഫയർ, അതുപോലെ തന്നെ മൈക്രോ പ്രോസസ്സർ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ മെമ്മറി ആയിട്ടൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിവൈസുകളാണ് ഈ വളരെ സ്മോൾ ആയിട്ട് വരുന്ന, വളരെ ടൈനി ആയിട്ട് വരുന്ന IC ചിപ്പുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് എല്ലാ ഇലക്ട്രോണിക് കമ്പോണൻസിനെയും ഒന്നിച്ച് നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ മോഡേൺ ടെക്നോളജിയിൽ വളരെയധികം യൂസ് ഉള്ളവരാണ്. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററോട് കൂടി നമ്മളുടെ ഈ ഒരു 10 ചാപ്റ്റേഴ്സ് ഫിസിക്സിൻ്റെ സിലബസ് ഇവിടെ കവർ ആവുകയാണ്. അപ്പോൾ മിസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാ ക്ലാസ്സുകളും കാണുക, നോട്ട്സ് ഒക്കെ അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.